Hello guys, welcome to market analysis video. So കഴിഞ്ഞ മാർക്കറ്റ് അനാലിസിസ് വീഡിയോയിൽ നമ്മൾ സംസാരിച്ച കാര്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. കാരണം നിങ്ങൾ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ആദ്യം നിങ്ങൾക്ക് ആ വീഡിയോ കാണുകയാണെങ്കിൽ ഇപ്പോൾ പറയുന്ന കാര്യത്തിന് കുറെ കൂടി ക്ലാരിറ്റിയോടെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. സോ ദയവായി നിങ്ങൾ തീർച്ചയായിട്ടും ആദ്യം ആ വീഡിയോ ഒന്ന് കാണുക. നമ്മൾ കഴിഞ്ഞ അനാലിസിസ് വീഡിയോയിൽ പറഞ്ഞിരുന്നു മാർക്കറ്റ് ഓൾ ടൈം ഹൈന്ന് 3 ഡേയ്സ് ഒരു റെഡ് ക്യാൻഡിൽ ക്രിയേറ്റ് ആയതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഒരു ഗ്രീൻ ക്യാൻഡിലും പോസിബിലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. എക്സാക്ട്ലി മാർക്കറ്റിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്രിയേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമ്മൾ അനാലിസിസ് വീഡിയോയിൽ പറഞ്ഞത് ആ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഒരു ഡോജി ടൈപ്പ് ക്യാൻഡിലാണ്. അതുകൊണ്ട് തന്നെ അവിടെ സെല്ലേഴ്സും ബയേഴ്സും ഒരുപോലെ ഫൈറ്റ് ചെയ്യുന്ന ഒരു ക്യാൻഡിൽ ടൈപ്പാണ് ക്രിയേറ്റ് ആയിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് കൺഫർമേഷൻ ഇനിയിപ്പം ഈ ഒരു സെല്ലിങ് കണ്ടിന്യൂ ചെയ്യുമോ അല്ല ബൈയിങ് സൈഡിലേക്ക് മാർക്കറ്റ് റിവേഴ്സ് ആവുമോ എന്നുള്ളത് നമുക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ബിഹേവിയറിന് അനുസരിച്ച് മാത്രമേ മനസ്സിലാകൂ എന്നാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. എക്സാക്ട്ലി നമ്മൾ ആ ഒരു അനാലിസിസ് വെച്ച് തന്നെയാണ് നമ്മൾ ട്രേഡ് പ്ലാനും ചെയ്തത്. കാരണം ഈ ഒരു ഡോജി ടൈപ്പ് ക്യാൻഡിൽ ആയതുകൊണ്ട് ഇവിടുന്ന് റിവേഴ്സൽ ആവുമോ ഇവിടുന്ന് കണ്ടിന്യൂ ആയിട്ട് സെൽ ഓഫ് ആവുമോ എന്ന് നമുക്ക് പ്രൈസ് ആക്ഷനിൽ മാത്രമേ ഇന്നത്തെ പ്രൈസ് ആക്ഷനിൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. ആ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈലി ബ്രേക്ക് ഔട്ട് ചെയ്യാണ് ബൈയിങ് സൈഡും അതല്ല ലോ ആണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ സെല്ലിംഗ് സൈഡുമാണ് ട്രേഡ് പ്ലാൻ ചെയ്തത്. എക്സാക്ട്ലി നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ആ ഒരു ലോ ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു സെല്ലിംഗ് മൂവ്മെൻ്റ് ആണ് മാർക്കറ്റിൽ നിന്ന് കിട്ടിയത്. സോ നമുക്ക് 5 മിനിറ്റ് ക്യാൻഡിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് വിശദമായിട്ടത് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ വരച്ച സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് ഒന്ന് റീടെസ്റ്റ് ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തതിന് ശേഷം ആദ്യമേ നല്ലൊരു സെല്ലിംഗ് പ്രഷറിൽ തന്നെയാണ് മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. അവിടുന്ന് ഈ ഒരു പ്രീവിയസ് ഡേ ലോ ബ്രേക്ക് ചെയ്തു. ഇവിടെ കുറേ സമയം കൺസോൾട്ടേഷൻ നടന്നു, പിന്നെ ഒരു റീടെസ്റ്റ് ചെയ്തു ആ ലോ, പിന്നെ അവിടുന്ന് നല്ലൊരു സെല്ലിങ്ങിലേക്ക് മാർക്കറ്റ് പോയി. സോ ഇതായിരുന്നു നമ്മുടെ ട്രേഡ് പ്ലാൻ. എക്സാക്ട്ലി അതേപോലെ തന്നെയാണ് മാർക്കറ്റിൻ്റെ ബിഹേവിയറും ഇന്ന് ഉണ്ടായിട്ടുള്ളത്. ഇനി നമുക്ക് ഇന്നത്തെ മാർക്കറ്റിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ വിശദമായിട്ട് നോക്കാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സെല്ലിങ് നടക്കുന്നത് എന്നാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. മാർക്കറ്റിൽ ഒരേ ഒരു റീസൺ എല്ലാവരും പറയുന്നത് എലക്ഷൻ എന്നാണ്. കാരണം എലക്ഷൻ്റെ ആദ്യത്തെ ഫേസിൽ വലിയ വാളറ്റൈലോ മാർക്കറ്റ് എലക്ഷൻ ഉള്ളത് പോലും അറിഞ്ഞിട്ടില്ല. സാധാരണ മുമ്പൊക്കെ ആണെങ്കിൽ എലക്ഷൻ തുടങ്ങുമ്പോൾ തന്നെ മാർക്കറ്റ് വാളറ്റൈലാവും, ഇന്ത്യ വിക്സ് വളരെയധികം കൂടുകയും ചെയ്യാറുണ്ട്. പക്ഷേ മാർക്കറ്റ് നമ്മുടെ എലക്ഷൻ്റെ ആദ്യ ഫേസിലൊന്നും മാർക്കറ്റിൽ വലിയ വാളറ്റൈലൊന്നും കാണിച്ചിട്ടില്ല. പക്ഷേ ഇപ്പം എലക്ഷൻ ഏകദേശം 3 ഫേസ് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോഴാണ് മാർക്കറ്റ് നന്നായിട്ട് വളട്ടയിലാവുകയും നല്ലൊരു സെൽ ഓഫ് കാണിക്കുക. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒന്നാമത്തത് കഴിഞ്ഞ മൂന്നാമത്തെ ഫേസിലുള്ള എലക്ഷനിൽ വോട്ടിംഗ് പേഴ്സൻറ്റേജ് കുറഞ്ഞതാണ് ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് ആളുകൾ വിലയിരുത്തുന്നത്. അതൊരു കാരണമാണ്. രണ്ടാമത്തെ കാരണം കുറെ കമ്പനികളുടെ റിസൾട്ടുകൾ മാർക്കറ്റിൻ്റെ എക്സ്പെക്റ്റേഷന് അനുസരിച്ച് വരാത്തതും, കാരണം നല്ല ഹൈ നിഫ്റ്റിയിലൊക്കെ ഹൈ പേഴ്സൻറ്റേജ് ഹൈ ക്വാളിറ്റി ഉള്ള കമ്പനികളുടെ റിസൾട്ടുകളൊക്കെ മാർക്കറ്റ് എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് വന്നിട്ടില്ല എന്നത് ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. അതുപോലെ എഫ് ഐ എ കുറേ നാളായിട്ട് നല്ല ഹെവി സെല്ലിംഗ് ആണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട 3 കാരണങ്ങൾ ഇതാണ് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റുന്നത്. ഇനി മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യും എന്നുള്ളത് ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, മാർക്കറ്റ് വളരെ ഒരു ക്രൂഷ്യൽ സ്റ്റേജിലാണ് ഉള്ളത്. മാർക്കറ്റ് ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തിട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സെല്ലിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സെല്ലിങ് എവിടെ നമ്മൾക്ക് ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഈ ഒരു കഴിഞ്ഞ പ്രാവശ്യം ക്രിയേറ്റ് ചെയ്ത ഒരു ലോക്ക് അടുത്ത് തന്നെ മാർക്കറ്റ് ഇപ്പം ഏകദേശം ടച്ച് ചെയ്യാൻ എത്തിയിരിക്കുന്നു. ഇനി ഇവിടുന്ന് മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുക എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്തിട്ട് വളരെ
നല്ല ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ മാത്രം ട്രേഡ് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. കാരണം മാർക്കറ്റ് ഇങ്ങനെയുള്ള ഒരു ബിഹേവിയർ കാണിക്കുമ്പോൾ നമുക്ക് ഇനി ഇവിടുന്ന് ഇത് ഒരു ക്രൂഷ്യൽ സ്റ്റേജ് ആണ്. ഇവിടുന്ന് റിവേഴ്സൽ ആവുമോ അല്ല മാർക്കറ്റ് ഇനിയും കണ്ടിന്യൂ ചെയ്യുമോ സെൽ ഓഫ് എന്നാണ് പ്രധാനപ്പെട്ട ചോദ്യം. കാരണം നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാവും, ഇവിടെയാണ് കഴിഞ്ഞ പ്രാവശ്യം മാർക്കറ്റ് പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് എടുത്ത ഏരിയ ഇതാണ്. സോ അവിടുന്ന് മാർക്കറ്റ് അതേ ഒരു സപ്പോർട്ട് മാർക്കറ്റ് ഇപ്പോൾ ടെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇതിൽ നിന്ന് ബ്രേക്ക് ചെയ്തിട്ട് ഇനിയും മാർക്കറ്റ് താഴോട്ട് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ടോ, ഇനി അതല്ല ഇവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആകുമോ, അതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യം. സോ എനിവേ നമുക്ക് അതൊക്കെ മാർക്കറ്റിന് വിട്ടുകൊടുക്കാം. നമ്മൾ മാർക്കറ്റ് എന്ത് ചെയ്യുമെന്നുള്ളത് നമ്മൾ അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് മാർക്കറ്റിനനുസരിച്ച് ട്രേഡ് ചെയ്യാൽ മതി. സോ നമുക്ക് നെക്സ്റ്റ് ട്രേഡ് ഏതാണെന്ന് നോക്കാം. ബെസ്റ്റ് എന്താണ് നല്ലത് മാർക്കറ്റിൽ. എനിവേ നല്ലൊരു സെൽ ഓഫ് മാർക്കറ്റിൽ ഇന്ന് ക്രിയേറ്റ് ആയതുകൊണ്ട് തന്നെ നാളെ മിക്കവാറും ഒരു ഗ്യാപ്പ് ഡൗണിലായിരിക്കും മാർക്കറ്റ് ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതയുള്ളത്. സോ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഡൗൺ ഒക്കെ തന്ന് വീണ്ടും ഒരു ചെറിയൊരു സെല്ലിംഗ് ഒക്കെ ആണ് വീണ്ടും മാർക്കറ്റ് ക്രിയേറ്റ് ആവുന്നതെങ്കിൽ നമുക്ക് അവിടെ ഒരു സപ്പോർട്ട് ക്രിയേറ്റ് ശേഷം ഒരു ബൈയിങ് സൈഡേക്കാണ് ഫസ്റ്റ് ട്രേഡ് നമ്മൾ നോക്കുന്നത്. അതായത് മാർക്കറ്റ് ഇവിടെയൊക്കെ ഓപ്പൺ ചെയ്ത് ഒരു സെല്ലിങ് തന്നു, ആ സെല്ലിങ്ങിൻ്റെ തന്നതിന് ശേഷം മാർക്കറ്റ് ഒന്ന് ചെറിയൊരു ഡബ്ല്യു പാറ്റേൺ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ഒരു ബൈയിങ് സൈഡിലേക്കുള്ള ഒരു റിട്രേസ്മെൻറ്റ് ട്രേഡ്. സോ അതാണ് ഫസ്റ്റ് നമ്മൾ നോക്കാനുള്ളത്. രണ്ടാമത്തത് മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്ത് ഫസ്റ്റ് ബൈയിങ് ആണ് തരുന്നെങ്കിൽ ബൈയിങ്ങിൽ ഒരു വീക്ക്നെസ് ഒക്കെ കാണിക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഒരു സെൽ സൈഡ് തന്നെ നോക്കാം. ഇനി അതല്ല മാർക്കറ്റ് ഒരു റിക്കവറി, കാരണം ഫ്രൈഡേ ആണ് നാളെ. കഴിഞ്ഞ കുറേ ഫ്രൈഡേയിൽ മാർക്കറ്റ് വൺ സൈഡ് മൂവ്മെൻ്റ് ആണ് തന്നത്. ഇന്ന് എന്തായാലും അങ്ങനെ ഒരു മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ കാണില്ല. കാരണം ഇന്നത്തെ എക്സ്പയറിയുടെ നല്ലൊരു ട്രെൻഡിങ് ഡേ ആയതുകൊണ്ട് തന്നെ നാളെയും ഒരു ട്രെൻഡിങ് ഡേ ആണെന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഒരു ഒന്നെങ്കിൽ ബൈയിങ്ങിൽ പോയി ഫസ്റ്റ് ഹാഫിൽ പിന്നെ സെക്കൻഡ് ഹാഫിൽ സെല്ലിങ് അങ്ങനെ ആയിരിക്കാനാണ് പോസിബിലിറ്റി ഉള്ളത്. എനിവേ നമുക്ക് അതും കൂടി എക്സ്പെക്റ്റ് ചെയ്യാം. അഥവാ ട്രെൻഡിങ് ഒരു ബൈയിങ് സൈഡ് മൂവ്മെൻറ്റ് തരികയാണെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഒരു റെസിസ്റ്റൻറ്റ് ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് ഇന്നത്തെ പോലെ ഇന്ന് താഴെ വന്നതുപോലെ മുകളിലേക്ക് ഒരു അപ്പ് സൈഡേക്ക് നമുക്ക് കിട്ടുകയാണെങ്കിൽ ബൈയിങ് സൈഡ് നോക്കാം. സോ ഇതാണ് അടുത്ത ട്രേഡിങ്ങിലേക്കുള്ള ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് ഞാൻ കാണുന്നത്. പറഞ്ഞതുപോലെ ഇന്ത്യ വിക്സ് വളരെയധികം കൂടിയിട്ടുണ്ട്. ഇപ്പോഴും ഇന്നും ഇന്ത്യ വിക്സ് നല്ലൊരു കൂട്ടിലുണ്ട്. അപ്പോൾ മാർക്കറ്റ് വളരെ വളർച്ചയിലായിരിക്കും. FIA സെല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ മാർക്കറ്റ് ഒരു ക്രൂഷ്യൽ പോയിന്റിലാണ് ഇപ്പോൾ നിൽക്കുന്നുള്ളത്. ഇതൊക്കെ ശ്രദ്ധിച്ച് മാത്രം ട്രേഡ് ചെയ്യുക. ട്രേഡിനെ വ്യക്തമായിട്ട് പ്ലാനിങ്ങോടെ ട്രേഡ് ചെയ്താൽ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആയാലും നമ്മുടെ ടാർഗറ്റ് ആയാലും നമ്മൾ ബുക്ക് ചെയ്യുക, ട്രേഡിങ്ങിൽ നിന്ന് മാറി നിൽക്കുക. അതേപോലെ റിസ്ക് റിവാർഡും മണി മാനേജ്മെൻറ്റും ഒക്കെ വളരെയധികം ശ്രദ്ധിച്ച് മാത്രം ട്രേഡ് ചെയ്യുക. നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ അവിടെ എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത്, നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.